അരികിൽ നീയില്ല എന്ന സത്യത്തിനെ അറിയുവാനായതില്ലെനിക്കിപ്പോഴും. അതിനു മണ്ണിൽ ചിരിക്കാതിരിക്കണം ഇനിയൊരിക്കലും പിച്ചകപ്പൂവുകൾ. പിച്ചകപ്പൂവുകൾ തൊടാതിരിക്കണം. ഒരു നിശബ്ദമാ സമ്മതമെന്ന പോൽ പുഴയിലോളം തുടിക്കാതിരിക്കണം. പുതുമഴ പെയ്ത് ആർദ്രമായി മണ്ണിന്റെ നറുമണം വീണ്ടും ഉണരാതിരിക്കണം. അരികിൽ നീയില്ല എന്ന സത്യത്തിനെ അറിയുവാനായതില്ലെനിക്കിപ്പോഴും. ചിറകടിച്ചുവന്നമ്പലപ്രാവുകൾ കുറുകി സന്ധ്യയെ മീട്ടാതിരിക്കണം. ചെവിയിലെന്തോ മൊഴിഞ്ഞപ്പോൾ കാറ്റിൻ്റെ കുസൃതി വീണ്ടും കിലുങ്ങാതിരിക്കണം. അതുവരേക്കും അറിയുന്നതെങ്ങനെ അരികിലില്ല എന്ന സത്യത്തിനെ. എന്തോ എന്ത് തോന്നുന്നു? അരികിൽ ശരത് സാർ ഉണ്ടെന്നുള്ളൊരു സത്യം നിനക്ക് അറിയായിരുന്നല്ലോ. എന്നാലും സാറിന്റെ മുമ്പിൽ ആ പാട്ട് അവള് പാടിയല്ലോ അല്ലേ, അതിനൊരു വലിയ കൈ ചോദിച്ചു നോക്കാം. എന്താ ശരത് സാറിന്റെയും ഇവളുടെയും എക്സ്പ്രഷനും ഒക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ ഒരുപോലെ ഇരിക്കുന്നു. ഓക്കെ ശരത് സാർ. ആ മോളെ എന്തോ ഇതൊക്കെ എന്റെ പാട്ട് എടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. താങ്ക് യു സാർ. കാര്യം എനിക്ക് മധു കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. മധു പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണിത്. ഇതാരും കേട്ടിട്ടുമില്ല, മധു പോലും കേട്ടിട്ടില്ല. അപ്പം അതെടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. താങ്ക് യു സാർ. പിന്നെ ഇത് ഈ ഒരു ഫിലിമിന് ഞാൻ 18ാമത്തെ ട്യൂണാണിത്. ഈ ലിറിക്സിന് ഒരേ ലിറിക്സിന് എനിക്ക് തൃപ്തിയാവാതെ ഞാൻ മാറി അവസാനം ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ രഞ്ജിത്ത് അണ്ണാച്ചി പറഞ്ഞു, എടാ നിനക്ക് വേറെ ലിറിക്ക് എഴുതി തരാം, അതിന് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് തന്നെ വേണമെന്ന്. അങ്ങനെ 18ാമത്തെ ട്യൂണാണിത്. ഞാൻ അതിൻ്റെ ഇടയ്ക്കിട്ട് ഒരു 5-6 ട്യൂൺ അദ്ദേഹത്തിനെ കേൾപ്പിച്ചു, ബാക്കിയൊക്കെ കേൾപ്പിച്ചില്ല, ഞാനെടുത്ത് കളഞ്ഞു. കാരണം എനിക്കത് മനസ്സിൻ്റെ അങ്ങോട്ട് വരുന്നില്ല, അത് പോരാന്ന് തോന്നി. അപ്പം മോളെ റഫീഖ് അഹമ്മദ് ഒരു മനോഹരമായ ഒരു കവിതയാണ്, അതൊക്കെ എഴുതി ട്യൂൺ ചെയ്തത്. അപ്പോൾ അതിനൊരു എന്താ പറയുക, വല്ലാത്ത ഒരു ആ കവിതയുടെ അകത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഇതൊന്നും നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടെ ഫീൽ ആകാം. മക്കൾക്കൊരു പേടി എവിടെയോ ഒരു
ഒരു സിംഹത്തിന്റെ വായുടെ അടുത്തിരുന്ന് പാടുന്ന പോലെ. ആണല്ലോ. പാടുന്ന പോലെയോ? പോലെയോ? അല്ല അങ്ങനല്ല, യഥാർത്ഥ സിംഹം ഞാനല്ല, മറ്റേ ഇപ്പൊ അവളുടെ യഥാർത്ഥ സിംഹം ഇതാണ്. അപ്പൊ അല്ല അത് അങ്ങനെ ഒരു ഇതുവരെ മോക്ക് കണ്ടിട്ടില്ലാത്ത ഒരു പേടി ഇതിലുണ്ടായിരുന്നു. എന്തിനാണെന്ന് പറഞ്ഞുകൂടാ. എന്താ പറ്റി? പേടിക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ പേടിച്ചു പോയി. ആ പേടിയാണ് മോളെ ഇത് മക്കളെ ഇത് കുറേ കൂടെ നന്നാക്കായിരുന്നു. അത് ഈ പേടി കാരണമാണ് മോക്ക് ഇങ്ങനെ ആയിപ്പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടങ്ങാം, നമുക്ക് തുടങ്ങാം. മക്കളെ ഒന്ന് പാടാമോ? അരികിൽ നീല്ല എന്ന സത്യത്തിനെ അറിയുവാനായതില്ലെനിക്കിപ്പോഴും. അതിനു മണ്ണിൽ ചിരിക്കാതിരിക്കണം ഇനിയൊരിക്കലും പിച്ചകപ്പൂവുകൾ. അപ്പം മോളെ ഈ അതിനു മണ്ണിൽ ചിരിക്കാതിരിക്കണം ഇനിയൊരിക്കലും പിച്ചകപ്പൂവുകൾ. കണക്ട് കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആക്കാറ് മോളെ നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. ഈ ലോ ഒക്കെ വല്ലാണ്ട് ലോ ആയിട്ടുണ്ടല്ലോ മോളെ നിനക്ക്. ഓ എന്താണ് അങ്ങനെ? വൈകുന്നേരം ആകുമ്പോ കാറ്റ് മാത്രമേ ഉള്ളൂ. ആ രാവിലെയോ? ഞാൻ വായുപുത്രിയോ ഇത്രയ്ക്ക് കാറ്റ് വരാൻ? അതുപോലെ മോളെ നമുക്കൊരു അനുപലയും കൂടെ പാടാം. അതൊരു ഒരു വികാരം കിട്ടിക്കോളും. ജനലഴികളിൽ പുലരി തൻ പൊൻവിരൽ പതിയെ വന്നു തൊടാതിരിക്കണം. ഒന്ന് കറക്റ്റായിട്ട് പാടിക്കേ. തൊടാതിരിക്കണം, തൊടാതിരിക്കണം, തൊടാതിരിക്കണം. ഒരു നിശബ്ദമാം സമ്മതമെന്ന പോൽ പുഴയിലോളം തുടിക്കാതിരിക്കണം, 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 തുടിക്കാതിരിക്കണം. പുതുമഴ പെയ്തിനാർദ്രമായി മണ്ണിന്റെ നറുമണം വീണ്ടും നറുമണം വീണ്ടും ഉണരാതറിന അന്ന് പാടിയാൽ മതി മോളെ. അവിടെ കൊണ്ട് മോള് ശ്വാസം ഇല്ലാതിരിക്കും കിട്ടുമോ എന്നുള്ളതുകൊണ്ടല്ലേ കട്ട് ചെയ്തത്. അത് കണക്ട് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. പുതുമഴ പെയ്ത്തിലാർദ്രമായി മണ്ണിൻ്റെ നറുമണം വീണ്ടും ഉണരാതിരിക്കണം. അത് മതി. പക്ഷെ അവിടെ കൊണ്ട് കട്ട് ചെയ്താൽ അതിൻ്റെ ഒരു സുഖം പോകും മോളെ. ഒന്ന് പാടാമോ? പുതുമഴ പെയ്തിനാർദ്രമായി മണ്ണിന്റെ നറുമണം വീണ്ടും 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 പുണരാതെ. അത് മോളെ വീണ്ടും കേട്ടോ. വീങ്ങും 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 എന്നാ കേൾക്കുന്നത്. വീണ്ടും നറുമണം വീണ്ടും നറുമണം വീണ്ടും മോളെ ഉണരാതിരിക്കണം, മോളെ ഉണരാതിരി. അത് വേണ്ട, ഉണരാതിരിക്കണം. ഓക്കെ.
അപ്പം ഇതാണ് പ്രധാന ആ കണക്ഷൻ, ആ ഒരു അത് കുറച്ചും കൂടെ ആകുമ്പോൾ അതിന് കുറേ കൂടെ ആ സോള് നഷ്ടപ്പെടാണ്ടിരിക്കും മോളെ, കേട്ടോ. അത് നോക്കിക്കോളാം. ഈ മോളെ പേടിച്ചിട്ടാണ്. സാധാരണ നീ ഇങ്ങനെ എന്ത് പേടിക്കുന്നതല്ല. ഇത് മോള് അസാധ്യമാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോള് പാടിയിട്ടുണ്ട്, അത് ബോറൊന്നല്ല. എന്നാലും അതിൻ്റെ ഒരു ഏതോ ഒരു 5 പൈസയുടെ കുറവ്, കേട്ടോ. അത് നോക്കിക്കൊള്ളാം, കേട്ടോ മുത്തേ. അപ്പോൾ അതേ ഉള്ളൂ. എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്തൊക്കെയാലും നീ അത് കൊടുത്തോണ്ടൊന്ന് പാടിയതിൽ കുറേ സന്തോഷം. അതുമാത്രമല്ല, മോളുടെ സ്നേഹം ഇതിനകത്ത് വല്ലാണ്ട് പ്രതിഫലിക്കുന്നുണ്ട്. മോളിത് എഴുതി തന്നില്ലേ? ഇതിൽ കണ്ടസ്റ്റൻ്റ് വൈകാലക്ഷ്മി, മ്യൂസിക് ശരത് സാർ, അവിടെ ഒരു സ്മൈലി, ഒരു ചിരിയാണ്, 2 കണ്ണും ഒരു ചിരി. ബാക്കി ആർക്കുമില്ല. റഫീഖ് അഹമ്മദ് അനാഥനായിട്ട് നിൽക്കുന്നു, മധു ബാലകൃഷ്ണൻ ആരുമില്ലാതെ ശ്മശാനത്തിലൊക്കെ നിൽക്കുന്നു. ഞാൻ മാത്രം എൻ്റെ അടുത്തൊരു സ്മൈലി. താങ്ക് യുടാ മുത്തേ, ലവ് യു. താങ്ക് യു ശരത് സാർ. ഷാനിക്ക വൈക, എന്തോ എന്തിനാ പേടിച്ചത്? ഇദ്ദേഹത്തിന് മുമ്പ് പാടുന്നോണ്ടാണോ? അല്ല, വെറുതെ ഒരു പേടി അങ്ങ് വന്ന്. എന്താ ഈ പിന്നെ വോക്കൽ ഇതിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്? കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, ആ ഇഷ്യൂ മോളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? മനസ്സിനെ വിഭ്രാന്തിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടോ? ആണല്ലേ. മോളെ അത് കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇത് ആലോചിച്ച് കഴിഞ്ഞാലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എനിക്ക് ആകെ ഈ പറഞ്ഞ പോലെ അതിന് മണ്ണിൽ പല്ലവിയിൽ, പിന്നെ അതുപോലെ അനുപല്ലവിയിലുള്ള ലാസ്റ്റ് ലൈൻ അറിയുവാനായത്, അവിടെ ഈ എക്സ്ട്രീം ലോ എൻഡിലേക്ക് പോകുമ്പോൾ ഈ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഒരു സ്ട്രെയിൻ മനസ്സിലാവുന്നുണ്ട്. ബാക്കി പേടിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചത്. പിന്നെ ഈ മനുഷ്യൻ്റെ കമ്പോസിഷൻ, എനിക്കൊന്ന് ഒരു കീബോർഡിൽ എത്ര കീസ് ഉണ്ടോ അതെല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്, എല്ലാ കീസും തൊട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും പാടണ്ടേ മനുഷ്യ പാട്ട്? അല്ല, ഞാൻ വരുമ്പോഴേ എല്ലാ കീബോർഡിനും എല്ലാ കീസും വർക്ക് ചെയ്യുന്നോന്നൊന്ന് നോക്കും. ആരും വിഷമിപ്പിക്കരുത്, ഒരു കീനും വിഷമിക്കരുത് പറഞ്ഞു. ഒരു ഭയങ്കര കമ്പോസിഷൻ. അമേസിങ്, അമേസിങ്. അപ്പം ഈ പറഞ്ഞ പോലെ 18ാമത്തെ ട്യൂൺ അല്ലേ? 18ാമത്തെ ട്യൂൺ, അതായത് അതെന്റെ 18 അടവും പയറ്റി എന്നാണ് അർത്ഥം അതിന്റെ. എനിക്ക് തോന്നുന്നു ഈ 18 ട്യൂണുകളില്ലേ, അതിൽ നിന്നൊക്കെ ഓരോന്ന് എടുത്തിട്ട് അസംബിൾ ചെയ്ത പോലെ ഉണ്ട്. അത്രയും സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം പിന്നെ വേറൊരു കാര്യം, ഈ ഒരു സെറ്റ് ഓഫ് ലിറിക്കിന് 18 തവണ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ ജഡ്ജ്മെന്റ് ഒക്കെ പോയി പണ്ടാറടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് ഇല്ല, എനിക്ക് ഇനിയും ഇത് ചെയ്തിട്ട് ഈ വരികൾക്ക് ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ പുറത്തുണ്ടായ ഒരു മാസ്റ്റർ പീസ്, അങ്ങനെ പറയാം ഈ ഒരു പാട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ മോളെ. ഇതിൻ്റെ സൃഷ്ടാവ് തന്നെ ഇതിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിനി അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല. റെസ്റ്റ് എടുക്കുക, ഫുൾ വോക്കൽ റെസ്റ്റൊക്കെ കൊടുത്ത് ശബ്ദമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. വൈക, എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു ചേട്ടാ. ടഫ് സോങ് ആണ്. കവിത ഒന്നാമത്തെ ടഫ്, അതിനെ ഒന്നും കൂടി ടഫാക്കി തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. എന്താ പറയാ, ഒരുപാട് ചേഞ്ച് ഓവേഴ്സും ഭയങ്കര ഒരു ട്രാവലിംഗ് ആണ് ആ പാട്ട്. അപ്പം ചെറിയൊരു പാട്ടല്ല, അറ്റംപ്റ്റിന് തന്നെ ഒരു കയ്യടി കൊടുക്കണം. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലായി വൈകയ്ക്ക് ഏതൊക്കെ നോട്ട്സാണ്, എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന്. എനിക്ക് ഈ മൂവിയിൽ ഏറ്റവും ഹിറ്റായത് പാലപ്പൂവിതളിലാണ്. അതെ അല്ലേ ചേട്ടാ? അതെ. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മറ്റേ ചിത്രമായി പാടിയൊരു പാട്ടുണ്ട്, ഒടുവിലൊരു ക്ഷോണരേഖയായി. അതാണ് ഞാനത് എൻ്റെ പ്ലേലിസ്റ്റിലുള്ള പാട്ടാണ് ഇപ്പോഴും. അത് ഹരി, ഈ പാട്ട് നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഹസ്ബൻഡിനും കുറേ ഇഷ്ടമാണ്. പക്ഷേ വിജയൻ ചേട്ടൻ ഈ പാട്ട് കേൾക്കാറില്ലെന്ന്. അതെന്താ? ചേട്ടന് മോളെ ഓർമ്മ വരുമെന്ന്. അതുകൊണ്ട് ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാനത് കേൾക്കാറില്ല. അത് ചേച്ചിക്ക് കുറേ ഇഷ്ടമാണ് ആ ഒരു പാട്ട്. കുറേ സന്തോഷം. ചേട്ടൻ്റെ ഒരു ഉഗ്രൻ വർക്കാണത്, ഈ തിരക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ചോയ്സായിരുന്നു. എന്താ വെച്ചാൽ കമ്പോസറുടെ മുമ്പിൽ തന്നെ പാടാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കമൻസും കിട്ടി. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു നല്ല കാര്യം വൈകയ്ക്കുണ്ടായ. സോ അതിനെ ആലോചിച്ച് ആദ്യം സന്തോഷിക്കുക കേട്ടോ. ബാക്കി എന്താ പറയുക, ഈ
പറയുന്ന ലൈവിലുണ്ടാവുന്ന, പിന്നെ മോളെ കുറച്ചുകൂടി മൈക്ക് പ്ലേസ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് തല ഇങ്ങനെ സൈഡിലോട്ട് പോകുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് മൈക്കും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇത് മൈക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഹെഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ചിലതൊന്നും കട്ടായി പോകുന്നുണ്ട്, ചില ലൈൻസിൻ്റെ ആ ഫ്ലോ പോകുന്നുണ്ട്. പിന്നെ വഴുതി മാറണം നീ, അതൊന്ന് പാടാവോ? സെക്കൻഡില നിഴൽ എന്നെ വിട്ടിനി. ഓക്കെ, ആ നിഴൽ എന്നെ എന്ന് പറയുന്നതൊന്നും ക്ലിയർ ആയില്ല. ഇപ്പോഴും കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. നിഴൽ ഒരു വേറെ എന്തൊക്കെയോ കേൾക്കുന്നത്. ആ അങ്ങനെ ചില ലൈൻസ് ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്തു. അറിയുവാനായതില്ല എനിക്കിപ്പോഴും, അതൊന്നും ആയതില്ല എനിക്കെപ്പോഴും അതൊന്നും ക്ലിയർ ആയില്ല. അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് കേട്ടോ, മോശമൊന്നുമല്ല. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, സോറില്ലടാ, മാർക്ക് ചോദിക്കാം. ശരത് സർ, യെസ് ബോസ്. എത്ര മോളെ മാർക്ക് കൊടുക്കും? അല്ല, വേറൊരു മാർക്ക് ഞാൻ കൊടുക്കാം. മോക്ക് ഈ വരികൾ വായിച്ചിട്ട് എന്ത് കിട്ടി മോക്ക്? എന്താണ് മനസ്സിലായത്? അരികിൽ നീ ഇല്ല എന്ന സത്യം മനസ്സിലാവണമെങ്കിൽ ആണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കും. എങ്ങനത്തെ സംഭവം? എങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കണം? പിച്ചകപ്പൂവുകൾ മണ്ണിൽ ചിരിക്കാതിരിക്കണം. പിന്നെ ജനലഴികളില് പുലരിയുടെ രശ്മികൾ തൊടാതിരിക്കണം. ഒട്ടും നടക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്ന മുഴുവൻ. അപ്പൊ അങ്ങനെയൊക്കെ അത് നടക്കുകയാണെങ്കിൽ ഞാൻ നീ ഇല്ല അടുത്തില്ലെന്ന് വിശ്വസിക്കാമെന്നാണ് കവി പറയുന്നത്. അപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആണ്, എല്ലാം പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. അതിന് മണ്ണിൽ ചിരിക്കാതിരിക്കണം ഇനിയൊരിക്കലും പിച്ചകപ്പൂവുകൾ. ബ്യൂട്ടിഫുൾ. ജനലഴികളിൽ പുലരിതൻ പൊൻവിരൽ പതിയെ വന്ന് തൊടാതിരിക്കണം. അങ്ങനെയാണെങ്കിലും ഞാൻ വിശ്വസിക്കാം നീ എൻ്റെ അരികിലില്ലെന്ന്. അങ്ങനെയാണ് സ്നേഹത്തെ അങ്ങ് കുത്തി നിറച്ച് എഴുതിയേക്കാണ്. എൻ്റെ റഫീഖ് അണ്ണാച്ചി ലവ് യു. മക്കളെ ചക്കരെ പഞ്ചാരെ മുത്തേ, എന്തോ എനിക്ക് സ്മൈലി അയച്ചവളെ എന്തോ മുത്തിന് ഞാൻ 8.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ നന്നായിട്ട് പാടി കേട്ടോ, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു മോളെ. 8.5. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക? Okay, so total 16.8.